ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വരുണും രാധികയും കൂടി ഭക്ഷണം എടുത്തു വെക്കാനായിട്ട് എത്തിയപ്പോഴേക്കും അവിടേക്ക് എത്തിയ സുകുമാരിയമ്മ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഭക്ഷണം വിളമ്പണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് ദാ ആ വരുന്ന ആളാണ് എന്ന് പറഞ്ഞ് അതുവഴി വരുന്ന പ്രിയങ്കയെ ചൂണ്ടിക്കാണിച്ചു. പ്രിയങ്ക അടുത്തേക്ക് വന്നതും ചിരിച്ചുകൊണ്ട് സുകുമാരി പറഞ്ഞു, എടി മോളെ, ഇത് കണ്ടോ, ഇവിടെ ഭക്ഷണം വിളമ്പാൻ വന്നിരിക്കുന്ന ആരൊക്കെയാണ് എന്ന്. ആറ്റുവാശ്ശേരി സദ്യ എന്നൊക്കെയാണ് പേരിട്ടേക്കുന്നത്. വല്ലവരുടെയും തറവാട്ട് പേരൊക്കെയാണ് എടുത്തിട്ട് അവരുടെ തറവാടാണെന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. എങ്കിലും സാരമില്ല, വല്ല വായിക്കൊള്ളാവുന്ന വല്ല ഭക്ഷണമാണെന്ന് ആർക്കറിയാം. അല്ല, ഇവരിവിടെ ഈ ഭക്ഷണം വിളമ്പണോടി മോളെ എന്നൊക്കെ വലിയ കാര്യത്തിൽ സുകുമാരി പ്രിയങ്കയോട് ചോദിച്ചു. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, എന്തായാലും കൊണ്ടുവന്നതല്ലേ മുത്തശ്ശി, വിളമ്പിക്കോട്ടെ. നമ്മുടെ ഈ സൗകര്യത്തിൽ ഈ സെറ്റിൽ ഇങ്ങനെ ഒരു കാര്യവുമായി എത്തിയിട്ട് വേണ്ടെന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ അവിടെ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞു, അതെ, നമ്മൾ ഡെയിലി എത്രയോ ആളുകൾക്ക് ഇങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന മുത്തശ്ശി, അതിൽ വരുന്നതാണെന്നങ്ങ് കരുതിയാൽ മതി. എടോ, ഉടനെ പ്രൊഡക്ഷൻ കൺട്രോളറെ പ്രിയങ്ക വിളിച്ചിട്ട് പറഞ്ഞു, എടോ, നമ്മൾ ദിവസവും നമ്മുടെ ചാരിറ്റിയിലേക്ക് ഒരു തുക എഴുതി വെക്കാറുണ്ടല്ലോ, ഇത് ആ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. അല്ലാതെ നമ്മുടെ ഭക്ഷണത്തുകയിലേക്ക് എഴുതാനൊന്നും മാത്രമൊന്നും ചിലവിതിനില്ല എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടുന്ന് പോകുമ്പോഴേക്കും വരുണൻ രാധികയും ആകെ ദേഷ്യത്തോടെ ഇരുവരെയും നോക്കി. നമ്മൾ വന്ന ജോലി നമുക്ക് പൂർത്തിയാക്കിയിട്ട് പോകാം, മാന്യമായിട്ടുള്ള ജോലിക്കല്ല നമ്മൾ വന്നത് എന്ന് പറഞ്ഞ് വരുൺ രാധികയോട് സംസാരിക്കാൻ ഒരുങ്ങി. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, ഓരോരുത്തരും ഭാര്യ വീട്ടിൽ പരമസുഖം എന്നുള്ള രീതിയിൽ ആകെ നാണം കെട്ടും മാനവും കെട്ടും നിൽക്കുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ ഭാവവും എന്തൊക്കെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഉടനെ പ്രിയങ്കയുടെ വാക്ക് കേട്ട് സുകുമാരി വരുണോട് ചോദിച്ചു, എടാ, നീ എൻ്റെ മോളെ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേടാ ഇവളുടെ പിന്നാലെ പോയിട്ട്, ഇപ്പം എങ്ങനെയുണ്ട്? അടുക്കളക്കാരിയായ ഇവളാണോ കോടീശ്വരിയായ എൻ്റെ മോളാണോടാ ഇപ്പോൾ യോഗ്യ എന്ന് ചോദിച്ചപ്പോഴേക്കും രാധിക ആകെ കലുതുള്ളി നേരെ പ്രിയങ്കയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങി. ഉടനെ വരുൺ രാധികയെ പിടിച്ചു നിർത്തി. വേണ്ട, ഇപ്പോൾ ഒരു പ്രശ്നത്തിനും പോകണ്ട, അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയുടെ സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ ജോലിക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാതെ നമുക്ക് ജോലി ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് വരുൺ രാധികയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതെ, നമ്മൾ വളരെ നിയന്ത്രിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്ന് വരുൺ രാധികയെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അവർ ഭക്ഷണം എടുത്ത് വണ്ടിയിൽ നിന്ന് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പുറത്ത് ഷൂട്ടിങ് ആരംഭിച്ചത്. ഡയറക്ടർ സാറ് പറഞ്ഞനുസരിച്ച് അവിടുത്തെ ഹീറോയിൻ്റെ പ്രിയങ്കയ്ക്ക് എതിരാളിയായി നിൽക്കുന്ന കസ്തൂരി എന്ന നടിയുടെ കർണത്തടിക്കുന്ന ഒരു സീനായിരുന്നു. അതും കസ്തൂരി അവിടെ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ മുത്തശ്ശനായി അഭിനയിക്കുന്ന ആള് കസ്തൂരിയെ തല്ലണം. പേരക്കുട്ടിയുടെ ക്രൂരകൃത്യങ്ങൾ കണ്ട് സഹിക്കാനാകാതെയുള്ള ദേഷ്യത്തിലുള്ള അടിയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ തല്ലാനായിട്ട് അദ്ദേഹത്തോട് ഡയറക്ടർ സാറ് അറിയിച്ചു. ഡയറക്ടർ പറഞ്ഞനുസരിച്ച് ആക്ഷൻ പറയുമ്പോഴേക്കും അയാൾ തല്ലാൻ തുടങ്ങുമ്പോൾ അയാളുടെ മുഖത്ത് ഡയറക്ടർ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ഭാവവും പ്രകടമാകുന്നില്ല. ഇത് കണ്ടപ്പോഴേക്കും ഡയറക്ടർക്ക് ആകെ ദേഷ്യമായി. 1-2 തവണ അദ്ദേഹം ടേക്ക് പറഞ്ഞിട്ടും അയാൾക്ക് തെറ്റുകൾ തന്നെ ആവർത്തിച്ചു വരികയാണ്. ഇത് കണ്ടതോടെ ഡയറക്ടർക്ക് വല്ലാതെ ദേഷ്യമായി. ഡയറക്ടർ പരിപാടി നിർത്തി. ഒരു സീൻ കൂടി കഴിഞ്ഞിട്ട് ഫുഡ് വിളമ്പാമെന്ന് ഇരുന്ന സാഹചര്യത്തിലാണ് ആ സീൻ അവിടെ കൃത്യമായി എടുക്കാൻ സാധിക്കാതെ പോയത്. ഉടനെ ഡയറക്ടർ വല്ലാതെ ദേഷ്യപ്പെട്ടു. എൻ്റെ ചേട്ടാ, എത്ര തവണ പറഞ്ഞു, ചേട്ടൻ എന്താ കാര്യം മനസ്സിലാകാത്തതെന്ന് ചോദിച്ച് ഡയറക്ടർ വേഗം എഴുന്നേറ്റ് ഇവിടുന്ന് പോന്നു. അപ്പോഴേക്കും കസ്തൂരി അദ്ദേഹത്തോട് ചോദിച്ചു, എന്തു പറ്റി ചേട്ടാ, ചേട്ടൻ എന്താ അത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാത്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാഡം, പക്ഷെ മേഡത്തെ തല്ലണമെന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് പറ്റാത്തത് എന്ന് പറഞ്ഞു. സാരമില്ല ചേട്ടൻ, കുറച്ചേരം ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഒന്ന് വാ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും സാറും ഓക്കെ ആവും എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുന്നു. അതിനുശേഷം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സുകുമാരി പ്രിയങ്കയോട് പറഞ്ഞു, എടി മോളെ, അത് കണ്ടോ, അത് ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, എൻ്റെ മുത്തശ്ശി, ഷൂട്ടിംഗ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ 2-3 ടേക്കൊക്കെ എടുക്കേണ്ടി വരും, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ സുകുമാരി പറഞ്ഞു, എടി മോളെ, ഞാൻ ചെന്നൊന്ന് അയാളെ കൊണ്ട് ചെയ്യിച്ചാലോ എന്ന് ചോദിച്ചു. മുത്തശ്ശിയോ? മുത്തശ്ശിക്ക് ഞാൻ അറിയാവോ? പിന്നില്ലേ, ഞാൻ കാണിച്ചു തരാം, മോൾ നോക്കിക്കോ, ഞാൻ അയാളോട് പറയാം എന്ന് പറഞ്ഞ് സുകുമാരി വേഗം പോകാൻ തുടങ്ങി. സുകുമാരിയുടെ വരുണോടും രാധികയോടും അഹങ്കാരത്തോടെ സംസാരിച്ചിട്ട് സുകുമാരി നടന്നു പോയപ്പോഴേക്കും സുകുമാരിക്ക് പെട്ടെന്ന് ആ ഹീലുള്ള ചെരുപ്പിട്ട് നടക്കാൻ കഴിയാതെ കാല് മടിഞ്ഞു പോകുന്നു. സുകുമാരി നിലത്ത് വീഴുകയും സുകുമാരി എല്ലാവരും ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച വരുണും രാധികയും കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് സുകുമാരി എല്ലാവരോടും ദേഷ്യപ്പെട്ടു. ആരൊക്കെയാടാ ചിരിച്ചത്? എന്നെ കളിയാക്കിയവന്മാരെ എല്ലാവരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ് സുകുമാരി ദേഷ്യപ്പെടുമ്പോൾ അവിടെ നിന്ന് കസ്തൂരി മേഡം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിൽ
അവർ മുത്തശ്ശിയും പേരക്കുട്ടിയും മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും മടക്കം ചിരിച്ച് അവരവരുടെ സീറ്റിൽ പോയിരുന്നു. അതിന് ശേഷമായിരുന്നു അവിടുത്തെ ആ ലാസ്റ്റ് സീൻ അവർ ഷൂട്ട് ചെയ്യാനൊരുങ്ങിയത്. അപ്പോഴേക്കും അതും പാഴായിപ്പോയതിൻ്റെ നിരാശയായിരുന്നു സുകുമാരിയുടെ മനസ്സിൽ. എന്തായാലും ഞാൻ അയാളെ കൊണ്ട് ചെയ്യിക്കാം മോളെ എന്ന് പറഞ്ഞ് ഞാനൊരു കൈ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം സുകുമാരി ആ ആ ആ നടൻ്റെ അരികിലേക്ക് ചെന്നു. ഉടനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയതും സുകുമാരി ചോദിച്ചു, എന്താണോ തനിക്ക് പറ്റിയത്? തന്നോട് ഡയറക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ, എന്നിട്ട് താൻ എന്താ കൃത്യമായിട്ട് ചെയ്യാത്തത്? അടിക്കാൻ പറഞ്ഞാൽ അടിച്ചിരിക്കണം, മനസ്സിലായോ? അല്ലാതെ താൻ ഇങ്ങനെ കിടന്ന് ഇവിടെ കിടന്നിങ്ങനെ വെറുതെ വെപ്രാളപ്പെട്ടിട്ടോ ഡാൻസ് കളിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇവിടെ അടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ അടി പൊട്ടിയിരിക്കണം. താനേ ഒരു കാര്യം ചെയ്യ്, അവളുടെ സ്ഥാനത്ത് ഞാനാണെന്നങ്ങ് വിചാരിക്കുക. ഞാൻ നിൽക്കാം. എന്നിട്ട് താൻ ആ സീനൊന്ന് ശരിക്കൊന്ന് ചെയ്തേ, ഒന്ന് കാണട്ടെ എന്ന് സുകുമാരിയമ്മ പറഞ്ഞു. എന്നിട്ട് പ്രിയങ്കയെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ പ്രിയങ്കെ, ആ ഡയറക്ടർ പറയുന്ന അതൊന്ന് നീ പറഞ്ഞേ എന്ന് പറഞ്ഞപ്പോഴേക്കും അവളത് പറയുമ്പോഴേക്കും താൻ അടിച്ചിരിക്കണം എന്നതായിരുന്നു സുകുമാരിയുടെ നിർദ്ദേശം. ശരിയെന്ന് അയാൾ സമ്മതിച്ചു. അപ്പോഴേക്കും അപ്പുറത്ത് മാറി നിന്ന് വരുണും രാധികയും ഈ കാഴ്ചയെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് സുകുമാരി പറഞ്ഞു, ശരി, എന്നാ നീ പറയടി മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും പ്രിയങ്ക ആക്ഷൻ പറഞ്ഞതും ആ നിമിഷം സുകുമാരിയുടെ കർണത്തടിച്ചു. സുകുമാരി വേദന കാരണം അയ്യോ എൻ്റെ അമ്മേ എന്ന് കർണം പൊത്തി നിലവിളിക്കുകയാണ്. ഇത് കണ്ടതോടെ സെറ്റിലുള്ള എല്ലാവരും ചിരിച്ചു. ഉടനെ വരുണും രാധികയും ആ കാഴ്ച കണ്ട് ചിരിക്കാനാകാതെ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഇവിടെ മുത്തശ്ശിയുടെയും പേരക്കുട്ടിയുടെയും ഇതുപോലെയുള്ള തമാശകൾ വളരെയേറെ ഉണ്ട് എന്നാണ് ഇവിടെ സെറ്റിലുള്ള ഒരു പയ്യൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് പോകുന്നതിന് മുമ്പ് അത്തരം രസകരമായ കാഴ്ചകൾ ഇനിയും കാണാവടോ എന്ന് വരുൺ രാധികയോട് പറഞ്ഞ് അവരും അടക്കം ചിരിച്ചു. അപ്പോഴേക്കും സുകുമാരിയുടെ അരികിലേക്ക് പ്രിയങ്ക ഓടിയെത്തി. പ്രിയങ്ക ചോദിച്ചു, മുത്തശ്ശിക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഇല്ല, ഇവിടേക്ക് ഇപ്പോൾ മുല്ലപ്പൂ കൊണ്ട് തലോടിയതല്ലേ, വേദനിക്കാതിരിക്കാൻ നീ ഒന്ന് പൊടി എന്ന് പറഞ്ഞ് സുകുമാരി പ്രിയങ്കയോട് ദേഷ്യപ്പെട്ടു. ഉടനെ അടുത്ത് നിന്ന് നടനോട് ചോദിച്ചു, ഇവിടെ തല്ലാൻ പറഞ്ഞേ ഇങ്ങനെയാണോ താൻ തല്ലുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ മേഡം സോറി എന്ന് പറഞ്ഞ് അദ്ദേഹം മാപ്പ് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. സുകുമാരി തനിക്ക് കിട്ടിയ അടിയുടെ വേദന കാരണം മുഖം പൊത്തി പ്രിയങ്കയോടൊപ്പം വീണ്ടും ആ പഴയ സീറ്റിൽ ചെന്നിരുന്നു. ഈ സമയത്ത് പരമേശ്വരനും പത്മാവതിയും പോകുന്നതിന് വേണ്ടി ബാഗ് പാക്ക് ചെയ്യുകയായിരുന്നു. തുണികളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പരമേശ്വരൻ അരികിലേക്ക് എത്തി. എല്ലാം റെഡി ആയോടോ, നമുക്ക് വേഗം ഇറങ്ങണം, അമ്മ എവിടെ, ട്രെയിനിൻ്റെ സമയമാവുകയാ എന്ന് പരമേശ്വരൻ അറിയിച്ചപ്പോഴേക്കും പത്മിനി പറഞ്ഞു, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാം, ഇതുപോലെ യാത്രയുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ നേരത്തെ റെഡിയാവുന്നതാണല്ലോ. അല്ല, അമ്മയെ കണ്ടില്ല, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, ഞാനും വരാം. അങ്ങനെ രണ്ടുപേരും കൂടി ജയഭാരതി മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും മുത്തശ്ശിയോടെ പുതച്ചു മൂടി കിടക്കുന്ന കണ്ട് അമ്മ ഇതിലോട്ടും റെഡിയായില്ലേ എന്ന് രണ്ടുപേരും വന്ന് അന്വേഷിച്ചു. എനിക്ക് ഒരു വയ്യായിക എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴേക്കും വേഗം മുഖത്തെല്ലാം തൊട്ടു നോക്കിയാണ്. അയ്യോ, അമ്മയ്ക്ക് ചെറുതായിട്ട് ചൂടുണ്ടല്ലോ, പനിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമേ എന്ന് പരമേശ്വരൻ അറിയിച്ചു. അതൊന്നും വേണ്ട, കുറച്ചൊന്ന് കഴിയട്ടെ, എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ഇതൊന്ന് കുറച്ചൊന്ന് കഴിഞ്ഞാൽ മതി, അപ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും, ഇവിടെ മരുന്നിരിപ്പുണ്ടല്ലോ, ഞാൻ എടുത്ത് കഴിച്ചോളാം എന്നൊക്കെ ജയഭാരതി മുത്തശ്ശിയും പരമേശ്വരനോടും പത്മിനിയോടും പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യാമേ, നമുക്ക് ഈ യാത്ര വേണ്ടെന്ന് വെക്കാം എന്നതായിരുന്നു പരമേശ്വരൻ്റെ മറുപടി. അത് ശരിയാവില്ല, കാരണം ഇത് പോകാൻ നമ്മൾ ആഗ്രഹിച്ച് തീരുമാനിച്ചതല്ലേ, പിന്നെ പോകുന്ന വഴിക്ക് കുറേ ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ നേർന്നിട്ടുണ്ട്, അതൊക്കെ നടത്തണം, മക്കളുടെ പേരിലുള്ള വഴിപാടുകളാണ്, അതൊന്നും മുടക്കാൻ പാടില്ല എന്ന് ജയഭാരതി മുത്തശ്ശി ഓർമ്മിപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും എന്നാലും അമ്മ ഈ അവസ്ഥയിൽ എന്ന് പറഞ്ഞപ്പോഴേക്കും അതൊന്നും സാരയില്ല, നിങ്ങൾ പോയിട്ട് വാ, പിന്നെ എനിക്ക് അത്രയ്ക്ക് തീർത്ത് വയ്യാതെ ആയിട്ടൊന്നുമില്ല, പിന്നെ ഈ ഒരു അവസ്ഥ വെച്ച് യാത്ര ചെയ്താൽ വല്ലയിടത്തും അറിയാൻ പാടില്ലാത്ത വല്ല സ്ഥലങ്ങളിലും ചെന്ന് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ, നിങ്ങൾക്ക് അത് ഏറെ ബുദ്ധിമുട്ടുമാകും, പിന്നെ ബന്ധപ്പാടായാലോ, അതാ എന്ന് പറഞ്ഞ് മുത്തശ്ശി രണ്ടുപേരോടും അമ്മ സന്തോഷത്തോടുകൂടിയാണ് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ എന്ന് പറഞ്ഞ് പത്മിനിയോടും പരമേശ്വരനോടും യാത്ര പുറപ്പെട്ടുകൊള്ളാനായിട്ട് മുത്തശ്ശി നിർബന്ധിച്ചു. അതിനുശേഷം അവിടെ ഷൂട്ടിംഗ് സെറ്റിൽ ഭക്ഷണങ്ങൾ എല്ലാവർക്കും വിളമ്പുകയാണ്. ആ സമയത്ത് സുകുമാരിയമ്മ ഭക്ഷണം കഴിച്ചിട്ട്, കണ്ടില്ലേടി അവൻ വിളമ്പുന്നത്, എടാ ചെറുക്കാ നീ ആ അച്ചാറും കൊണ്ടുവന്നേ എന്ന് പറഞ്ഞപ്പോൾ വേറൊരു പയ്യൻ അച്ചാറും കൊണ്ടുപോയി സുകുമാരിക്ക് വിളമ്പാൻ തുടങ്ങി. അപ്പോഴേക്കും സുകുമാരി പറഞ്ഞു, എടാ നിന്നോടല്ല, ഇതാ ആ നിൽക്കുന്നവനോടാ എന്ന് പറഞ്ഞു. ഉടനെ വരുൺ അത് മേടിച്ചിട്ട് സുകുമാരിക്ക് കൊണ്ടുപോയി വിളമ്പി കൊടുത്തു. ഇത്ര മതിയോ മേഡം എന്ന് ചോദിച്ച് വീണ്ടും ഇട്ട് കൊടുത്തു. ഓ മതി മതി എന്ന് പറഞ്ഞു. പ്രിയങ്കയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് വരുൺ തിരിച്ചു വരുമ്പോഴേക്കും രാധിക പറഞ്ഞു, എന്തിനാ വരുൺ, നമ്മൾ അവർക്ക് വിളമ്പി കൊടുക്കണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും
രാധികയോട് വരുൺ പറഞ്ഞു, എടോ തൻ്റെ മുത്തശ്ശി പിന്നെ പ്രിയങ്ക അവർക്ക് രണ്ടുപേർക്കും വിളമ്പി കൊടുക്കുന്നതിൽ എനിക്ക് കുറച്ചിലൊന്നുമില്ലടോ. എടോ താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യവുമില്ല എന്ന് പറഞ്ഞപ്പോൾ സുകുമാരി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അപ്പുറത്തുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോഴേക്കും ഡയറക്ടർ സാറും അടുത്തിരുന്ന ഹീറോയിനും ഒക്കെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ കുറേ നാളുകൾക്ക് ശേഷം ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ അവർ ആ സദ്യയെക്കുറിച്ച് പറഞ്ഞു. കൊള്ളാം, ആറ്റുപേര് സദ്യ പേര് പോലെ തന്നെ ഗംഭീരമാണ് എന്നൊക്കെ അവർ അഭിപ്രായം പറയുമ്പോൾ അതൊട്ടും സുകുമാരിക്കും പ്രിയങ്കയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ഉടനെ സുകുമാരി വായിലേക്ക് കറി വെച്ചിട്ട് അത് അതേപടി തുപ്പിക്കളഞ്ഞു. ഹോ, ഇത് എന്തിനു കൊള്ളാം, ഒന്നിനും ഉപ്പുമില്ല എരിവുമില്ല, എന്തൊരു കറിയാ ഇതൊക്കെ എന്നൊക്കെ സുകുമാരി കുറ്റം പറഞ്ഞു. ഉടനെ കസ്തൂരി എന്ന ആ ഹീറോയിൻ വേഗം രാധിക അരികിലേക്ക് വിളിപ്പിച്ചു. കുട്ടിയൊന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞപ്പോഴേക്കും രാധിക വേഗം ഓടിച്ചെന്നു. എന്താ മേഡം, എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഏയ് അതല്ല, കുട്ടിയുടെ പേരെന്താ എന്ന് ചോദിച്ചു. രാധിക എന്ന് പറഞ്ഞപ്പോൾ കൊള്ളാം കേട്ടോ, വളരെ ഗംഭീരമായിട്ടുണ്ട് സദ്യ. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു സദ്യ കഴിക്കുന്നത്. ഉടനെ ഡയറക്ടറും പറഞ്ഞു, അതെ ഗംഭീരമായിട്ടുണ്ട്. ഇനി അടുത്ത എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയായിരിക്കും ഞാൻ ഭക്ഷണത്തിന് വിളിക്കുക എന്ന് പറഞ്ഞു. ശരി സർ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വരുണും രാധികയും അവരുടെ കോംപ്ലിമെൻറ്റ് കേട്ട് നന്ദി അറിയിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. അപ്പോഴാണ് അപ്പുറത്ത് മാറി നിന്ന യൂണിയൻ്റെ ആളുകൾ പറഞ്ഞത്, അതെ നല്ല ടേസ്റ്റിനുള്ള ഭക്ഷണം കേട്ടോ, ഞങ്ങൾക്ക് ഇനി പൊതിച്ചോറ് ഞങ്ങൾ വിളിച്ചോളാം, നമ്പർ തന്നിട്ട് പോണേ എന്നൊക്കെ അവരും അറിയിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടെ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതൊട്ടും സുകുമാരിക്കും പ്രിയങ്കയ്ക്കും ഇഷ്ടമായില്ല. അവരെല്ലാവരും അതെല്ലാം കേട്ട് ആകെ അതൃപ്തിയോടെ മുഖം വീർപ്പിച്ചിരുന്നു. അതിനുശേഷം ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സുകുമാരിയും പ്രിയങ്കയും മാറിയോടിരുന്നു. എടി മോളെ, ഇനിയും അവളെയും അവനെയും നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിക്കും, അതിനുള്ള പണിയായി നടക്കുന്നത്. അപ്പോഴേക്കും പ്രൊഡക്ഷൻ കൺട്രോളർ അരികിലേക്ക് എത്തി. മാഡം, അവർ പോകാൻ റെഡിയായി, ബാക്കി പണം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുകുമാരി പറഞ്ഞു, ഒന്നിനും കൊള്ളത്തില്ലാത്ത ഭക്ഷണം കൊണ്ടുവന്ന് വിളമ്പിയിട്ട് പണം കൊടുക്കാനോ? അതെ, അവർക്ക് പണം വേണമെങ്കിലേ അവരോട് ഇങ്ങോട്ട് വരാൻ പറ, അവർ തന്നെ വന്ന് ചോദിക്കട്ടെ, എന്നാൽ കൊടുക്കാം എന്ന് പറഞ്ഞു. ഉടനെ വരുൺ രാധികയോടെ കാത്തിരിക്കുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ മേഡം പറഞ്ഞു നിങ്ങൾക്ക് പണം വേണമെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്ന് ചോദിക്കാൻ. ഉടനെ രാധിക ചോദിച്ചു, അതെ സാറേ, നിങ്ങൾ ഓർഡർ തരാൻ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് മലയാളത്തിൽ ചോദിച്ചാലേ ഇത് എങ്ങോട്ടേക്കാണ് എന്തിനുള്ളതാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, അത് പിന്നെ എനിക്കറിയില്ലായിരുന്നല്ലോ നിങ്ങൾക്കിടയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് അയാൾ അറിയിച്ചപ്പോഴേക്കും രാധിക പറഞ്ഞു, അല്ല ഞങ്ങളായിട്ടുള്ള ഇടപാട് സാറ് തമ്മിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി പണം സാറ് തന്നെ തരേണ്ടത് എന്ന് വരുൺ പ്രൊഡക്ഷൻ കൺട്രോളോട് പറഞ്ഞു. സാറേ, അതിപ്പോൾ എനിക്ക് പണം തന്നത് മേഡം അല്ലേ, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയല്ലേ സാർ ഞാൻ തരുന്നത് എന്ന് അയാൾ അറിയിച്ചു. ഉടനെ രാധിക ചോദിച്ചു, സാർ നിങ്ങൾ മാന്യമായ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളല്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിങ്ങൾക്ക് സത്യാവസ്ഥ പറയാമായിരുന്നല്ലോ എന്ന് അയാൾ അറിയിച്ചപ്പോഴേക്കും അത് പിന്നെ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് പറയണമെന്നറിയാതെ അയാൾ ആകെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും രാധിക പറഞ്ഞു, വേണ്ട, ഞങ്ങളല്ലേ കഷ്ടപ്പെട്ടത്, ഞങ്ങൾക്കല്ലേ പണം വേണ്ടത്, ഞങ്ങൾ തന്നെ നേരിട്ട് പോയി ചോദിച്ചോളാം, എവിടെ നിങ്ങളെ മേഡം എന്ന് ചോദിച്ച് രാധികയും വരണം വേഗം സുകുമാരിയുടെ അരികിലേക്ക് ചെന്നു. സുകുമാരിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ഹലോ മേഡം, ഞങ്ങൾക്ക് ബാക്കി തുക കിട്ടാനുള്ളത് അത് വാങ്ങിക്കാൻ വന്നതാ എന്ന് പറഞ്ഞു. അതെ, കൊള്ളത്തില്ലാത്ത ഭക്ഷണം വിളമ്പിയിട്ട് നിങ്ങൾക്ക് ഇനി പണം വേണമെന്നോ? എന്ത് പണം, നിങ്ങൾക്കിനി ഒരു രൂപ പോലും തരില്ല എന്ന് സുകുമാരിയും പ്രിയങ്കയും പറയുമ്പോഴേക്കും ഇത് കേട്ട് നിന്ന് വരുണും രാധികയും പറഞ്ഞു, ഞങ്ങളിവിടെ ഭക്ഷണം വിളമ്പിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത ജോലിക്കുള്ള പണം ഞങ്ങൾ വാങ്ങിച്ചിട്ടേ പോവൂ. അത് ശരി, നീയൊക്കെ അങ്ങനെ മേടിക്കുമോ? എന്നാ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് സുകുമാരി വെല്ലുവിളിക്കുമ്പോഴേക്കും വരുൺ പറഞ്ഞു, ഇതേ നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ പണം തരാൻ നോക്കൂ, അതാ നിങ്ങൾക്ക് നല്ലത്. വെറുതെ ഇവിടെ ഒരു പ്രശ്നം നിങ്ങളായിട്ടുണ്ടാക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ സുകുമാരി ചോദിച്ചു, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാലോ, നീ എന്ത് ചെയ്യൂടാ എന്ന് ചോദിച്ച് സുകുമാരി വെല്ലുവിളിക്കുന്നു. അതെ, നിങ്ങളോട് ഞാൻ മര്യാദയ്ക്കായി ഇപ്പോൾ സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടേണ്ട പണം അത് നിങ്ങൾ തന്നേ തീരൂ എന്ന് പറഞ്ഞ് വരുൺ ദേഷ്യപ്പെടുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് വാങ്ങിച്ചുകൊണ്ടൊന്ന് പോടാ എന്ന് പറഞ്ഞ് സുകുമാരി വെല്ലുവിളിച്ച് വരുണിനോടും രാധികയോടും വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നു.